Good morning. Good morning. Sharanya, good morning. Okay, Hira, Nimi, good morning. Please. Anjana, okay. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് വയ്യാന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ വെച്ച് നിർത്തിപ്പോയില്ലേ. ഓക്കെ, അപ്പം റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ ഇത് നമുക്ക് തുടങ്ങാനുള്ളത്. ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് പറഞ്ഞിരുന്നല്ലോ 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് വായിച്ചു വരുമ്പോഴേ ഏകദേശം എല്ലാം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരേപോലെ തോന്നും നമുക്ക് കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ഓരോരുത്തരുടെയും ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചിലതൊക്കെ ഒരുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റീസും പിന്നെ ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബിന് വേണ്ട സ്കില്ലുകളും എന്തൊക്കെയാണ്. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാനേ. Responsibilities of a hospital administration. Non-clinical jobs are necessary for a multitude of departments in a hospital or healthcare center. These administrative roles could see you working in different departments in hospital. ധാരാളം നോൺ ക്ലിനിക്കൽ ജോബുകൾ ഉണ്ട് അല്ലെ ഒരു ഹോസ്പിറ്റൽ. നമുക്ക് ഇത്രയൊക്കെ ആയിട്ട് കുറെ ക്ലിനിക്കൽ ജോബുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. ഇനി നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ധാരാളം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് അല്ലെ. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് 10 പോയിന്റ് ആണ്. 10 പോയിന്റ് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതിനും കൂടുതൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള 10 ഉണ്ട്. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Hospital administrators play an important role in overseeing the operations and management of a healthcare facility. Their responsibilities typically consist of. അപ്പൊ നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇസ് ആൻ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അല്ലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നാമത്തെ പോയിന്റ് ആണിത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തന്ത്രങ്ങളാണ് അല്ലെ. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ഫ്യൂച്ചറിൽ ഈ പറയുന്ന നമ്മുടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന്റെ ഗ്രോത്തിനും സക്സസിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല പ്ലാനുകൾ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്കായിട്ടുള്ള പ്ലാനുകളല്ല നടത്തേണ്ടത്. പിന്നെ എന്താ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ അല്ലെ. നമ്മൾ എന്താണ് കുറേ കൂടെ കൂടുതൽ കാലത്തേക്ക് ലോങ് ടേം ആയിട്ട് വേണം നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട്. അപ്പൊ അതിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് വായിക്കാൻ നമുക്ക്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിനായിട്ടുള്ള ദീർഘകാല ആസൂത്രണങ്ങളും ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് വേണ്ട എല്ലാവിധ പ്ലാനിങ്ങുകളും സ്ട്രാറ്റജികളും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? ദിസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് നോക്കിയേ. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ് അല്ലെ. അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്.
മാർക്കറ്റ് ട്രെൻഡുകൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലെ. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ, സൂപ്പർ സ്പെഷ്യാലിറ്റികളായിക്കോട്ടെ, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫീൽഡാണെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അതായത് ഈ ഒരു ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്, ഡാറ്റകൾ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യണം? നമ്മള് അനലൈസ് ചെയ്യണം അല്ലെ. അതായത് നമ്മൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് ഉണ്ട്, അപ്പൊ അവർക്കിടയിൽ നമുക്ക് പിടിച്ചു നിൽക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്മുടെ പൊസിഷൻ, നമ്മുടെ മാർക്കറ്റ് പൊസിഷൻ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരണം, ഇനി കൂടുതൽ മറ്റുള്ളവരെക്കാളും ഉയരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജികൾ നമ്മൾ ഉണ്ടാക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ നീഡ്സുകളൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ അത്രയും കോമ്പറ്റേറ്റീവ്സ് ഒക്കെ, ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ ആയിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മളിങ്ങനെ മാർക്കറ്റ് ട്രെൻഡുകളൊക്കെ അനലൈസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലെ. നമ്മുടെ പോരായ്മകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയകൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ എന്താണ്? ആൻഡ് ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. ഓക്കെ, അതാണ് ഇത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇല്ലാണ്ട് ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കാൻ പറ്റുമോ? നിലനിൽപ്പുണ്ടാവോ? അതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനും എന്ത് അത്യാവശ്യമാണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി മാർക്ക് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക് വരുന്നുണ്ട്. നോക്കിക്കേ, ഇതൊക്കെ നമ്മൾ മറ്റു ചാപ്റ്ററിനൊന്നും പറഞ്ഞതാണ് അല്ലെ. ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞു. Administrative supervisor the hospital's budgeting and financial operation. ഒരു ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിംഗ്, അതായത് അവിടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സുകളെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഫണ്ടുകളൊക്കെ ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് അവിടുത്തെ ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്താണ്? ദേ വർക്ക്, അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? ദേ വർക്ക് കീൻലി വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ ദ റവന്യൂ അല്ലെ. എന്ത് ചെയ്യണം? ദേ വർക്ക് കീൻലി വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ റവന്യൂ. അപ്പൊ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന വിഭാഗമുണ്ട് അല്ലെ. അപ്പൊ ഫിനാൻസ് ടീമുമായിട്ട് നല്ല രീതിയിൽ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ദ റവന്യൂ, ആ വരുമാനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ എക്സ്പെൻസസ്, ചെലവുകൾ പരമാവധി നിയന്ത്രിച്ചുകൊണ്ടും. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ദ റിസോഴ്സസ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. ഡിസ്ട്രിബ്യൂട്ട് എന്ത് റിസോഴ്സസ് ആണ്? ഫിനാൻഷ്യൽ റിസോഴ്സുകളെയൊക്കെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹോസ്പിറ്റലിന് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം? എൻഷുവർ ദ ഫിനാൻഷ്യൽ സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഭദ്രത, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി അതിലൂടെ ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേട്ടോ. അടുത്തതാണ് ഇത് മൂന്നാമത്തെ പോയിന്റ് ആണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. എന്താണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പോളിസികളും ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട് അല്ലെ. അത് മാത്രമല്ല, അങ്ങനെയുള്ള പോളിസികൾ നമ്മുടെ ഹോസ്പിറ്റൽ റെഗുലേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിനാണ്. ആ രീതിയിൽ വേണം പോളിസികൾ. നമ്മൾ എന്തിനാ ഇങ്ങനെ പോളിസികൾ ഉണ്ടാക്കുന്നത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്
സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ഇങ്ങനെയുള്ള പോളിസികളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പോളിസി ഡെവലപ്മെന്റ് കേട്ടോ, പോളിസികൾ ഡെവലപ്പ് ചെയ്യുക, അത് മാത്രമല്ല അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ, കൃത്യമായിട്ട് നടപ്പിലാക്കുക. അപ്പൊ എന്താ നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ആശുപത്രിയിലെ പ്രവർത്തനങ്ങളെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോളിസികൾ സെറ്റപ്പ് ചെയ്യണം, പോളിസികളും പ്രൊസീജിയറുകളും. ദേ ഇൻഷുർ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ്. പോളിസികൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് എല്ലാ ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. നമ്മൾ പോളിസി ഇറക്കും, പക്ഷെ ആ പോളിസി ഇറക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് കേട്ടോ. പിന്നെന്താണ്, എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം എപ്പോഴും ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, ആൻഡ് ടു മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ എത്തിക്കൽ സ്റ്റാൻഡേർഡുകളും അവിടെ നിലനിർത്തണം. ഓക്കെ, നമ്മൾ എത്തിക്സ് ഒക്കെ പഠിച്ചതാണല്ലോ, ഹോസ്പിറ്റലിൽ അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അല്ലെ, അതുപോലെ ലീഗൽ സൈഡുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അത്തരം എത്തിക്കൽ ലീഗൽ സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പോയിന്റ് മാത്രം നോക്ക്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതാണ് HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി അല്ലേ, അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് എങ്ങനെയാണ് അവിടെ ഒരു റോള് വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് പ്രധാനമാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ സാധ്യമാകുകയുള്ളൂ. ശരിക്കും അതാണ് അതിന്റെ ഒരു ഇത് കേട്ടോ. അതായത് ഒരു കാർ പോലെയാണ്, ഒരു കാർ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് വിചാരിക്കാം. അതിന്റെ വീലുകൾ, ആ ഒരു കാറിന്റെ വീലുകള്, അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെയാണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ല. ആ കാർ ഓടണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസ് വേണം. അതും ഇതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടെ ഒരു റോള് വരുന്നത്. അപ്പൊ നോക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാഫ് മെമ്പേഴ്സുകളെ, ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സുകളെ ഹയർ ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. അതിനൊക്കെ മേൽനോട്ടം വയ്ക്കേണ്ട ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വെറുതെ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യൽ മാത്രമാണോ? റിക്രൂട്ട് ചെയ്യലും ട്രെയിനിങ് കൊടുക്കണം, അത് മാത്രമാണോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? അല്ല, അവരെപ്പോഴും സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ എന്താണ് ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകളും എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അവരെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് കൊടുക്കണം അല്ലെ, നല്ല വർക്ക് എൻവയോൺമെന്റ് കൊടുക്കണം, നല്ല വർക്ക് കണ്ടീഷൻസ് കൊടുക്കണം അല്ലെ. അങ്ങനെ വേണം നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. അതായത് സ്റ്റാഫുകൾക്കായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംപ്ലിമെന്റ് പെർഫോമൻസ് ഓഫ് എസ്റ്റിമേഷൻ സിസ്റ്റംസ്. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന സ്റ്റാഫുകളുടെ അവരുടെ പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ്, എംപ്ലോയീസ് ആയിട്ട് അതായത് സ്റ്റാഫുകളുമായിട്ട് അവിടുത്തെ ജീവനക്കാരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ആഡിക്വേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ്. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റാഫ് ലെവലുകൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഒപ്റ്റിമം സ്റ്റാഫ് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് അഡ്രസ് ചെയ്തുകൊണ്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നും അതിനകത്തില്ല കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അതായത് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികള്, എക്യുപ്മെന്റ്സുകള് അത് മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്ക് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക് വരുന്നുണ്ട്. Okay, administrators are accountable for maintaining the hospital's physical infrastructure, equipment and technology. Okay, അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ
വേണ്ട കുറെ ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ. ഒരു രോഗി വരുമ്പോൾ നമ്മൾ ഡോക്ടറും നഴ്സും സേവനങ്ങൾ മാത്രമല്ല, രോഗികൾക്ക് അവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാണ്. അതിന് വേണ്ട എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സും എക്യുപ്മെന്റുകളും പിന്നെ നമ്മൾ ഈ പറയുന്ന നല്ല നല്ല ടെക്നോളജികളും അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? ദേ സൂപ്പർവൈസ് മെയിൻ്റനൻസ്, അപ്ഗ്രേഡ്സ് ആൻഡ് റിനോവേഷൻസ് to ensure a safe and efficient environment for the patients, staff and visitors. എന്താണ് പറയുന്നത്? ഈ പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, അതുപോലെ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസുകളും അതുപോലെ അപ്ഗ്രേഡുകൾ അല്ലെ, നവീകരണങ്ങളും റിനോവേഷൻസും ഒക്കെ നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റികളിലൊക്കെ പോരായ്മകളുണ്ട്, എക്യുപ്മെന്റ്സിൽ പോരായ്മകളുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർക്കുണ്ട്. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ? ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് എന്താണ്? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഉറപ്പുവരുത്തണം. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി മാനേജ്മെന്റും ഒക്കെ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പരിചരണങ്ങള് പേഷ്യന്റിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, അതും ഉറപ്പുവരുത്തണം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് to make sure that high quality health care delivery and patient safety within the hospital. ഒരു ഹോസ്പിറ്റലില് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ആരോഗ്യ പരിചരണങ്ങളും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. They create and implement the quality improvement initiative. എന്ത് ചെയ്യണം? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് ക്രിയേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ പറഞ്ഞപ്പോ കണ്ടില്ലേ, നമ്മൾ ഈ പെർഫോമൻസ് ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലെ. അപ്പം അത്തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം. അതോടൊപ്പം മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കംസ്, അതുപോലെ നമ്മളൊരു നല്ല പരിചരണം കൊടുക്കുക മാത്രമല്ല അത് എത്രത്തോളം ഫലവത്തായിട്ട് പേഷ്യൻസിന് കിട്ടുന്നുണ്ടെന്നും കൂടെ നോക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കംസ് അല്ലെ, രോഗികളുടെ ഔട്ട്കംസ്, അവരുടെ റിസൾട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മൾ നല്ല നല്ല സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് നല്ല ഔട്ട്കം ആണോ ഉള്ളത് എന്നുള്ളതും കൂടെ നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെന്താണ്? ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. അതുകൂടാതെ എന്താണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് ഇപ്പൊ നമുക്കൊരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാം കേട്ടോ. ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്, അതുപോലെ ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മൾ പല ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പുവരുത്തുക, അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആദ്യത്തെ പോയിന്റ് കഴിയും. ഇനി ഏഴാമത്തെ പോയിന്റ് ഇതാണ്, കമ്മ്യൂണിറ്റി റിലേഷൻസ്. നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നല്ല നല്ല പബ്ലിക് റിലേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് പറയുന്നത്? Hospital administrators play an important role in maintaining a positive relationship with the community. അല്ലെ, നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം? ദേ എൻഗേജ് ഇൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യണം, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ പബ്ലിക് റിലേഷൻ ചാപ്റ്റർ പറഞ്ഞപ്പോ ഒരുപാട് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൊക്കെ പറഞ്ഞല്ലേ. ഹെൽത്ത് ഫെയറുകള്, ഹെൽത്ത് എക്സിബിഷൻസുകള്, ഹോസ്പിറ്റൽ വിസിറ്റുകള്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള എന്താണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൊക്കെ നടത്തുക, എൻഗേജ് ചെയ്യുക അല്ലെ.
അതൊക്കെ നടത്തുക. പിന്നെ എന്താണ്, കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻസ് ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് പല ലോക്കൽ ഓർഗനൈസേഷൻ, നമ്മള് എന്താണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രാദേശികമായിട്ടുള്ള പല ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് പല എന്ത് നടത്താം, ഈ പറയുന്ന പോലെ ഹെൽത്ത് ക്ലബ് അല്ല, ഹെൽത്ത് ഇതിന്റെ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം അല്ലെ. ഈ പറയുന്ന പോലെ കേട്ടിട്ടില്ലേ നമ്മൾ സൗജന്യ നേത്ര രോഗനിർണയ ക്യാമ്പുകള് അല്ലെ, അതുപോലെ തന്നെ ഡയബറ്റിക് അങ്ങനെ ക്യാമ്പുകളൊക്കെ നടത്താം അല്ലെ. നമ്മളെ മറ്റേതിൽ പറഞ്ഞില്ലേ ഹെൽത്ത് ഓവർവ്യൂവിലല്ലോ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞില്ലേ, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ ഓരോ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകള്, അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ നമ്മുടെ ലോക്കലേക്ക് നമ്മൾ ഇത് നടത്തില്ലേ, ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യില്ലേ, അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ, അതെ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പൊ സാധാരണക്കാർക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, അത് അടുത്തുള്ള സ്കൂളുകളിലോ അങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പല രോഗനിർണയം കാര്യങ്ങളൊക്കെ നടത്താമല്ലോ, അതിന് വേണ്ട ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. അപ്പൊ ആ രീതിയിൽ കമ്മ്യൂണിറ്റി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇനി എന്താണ്, അത്രയല്ലോ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തത് എന്താണ്, എട്ടാമത്തെ പോയിന്റ് റിസ്ക് മാനേജ്മെന്റ് ആണ് കേട്ടോ. റിസ്ക് മാനേജ്മെന്റ്, അപ്പോ പല പ്രശ്നങ്ങളും വരാം, പ്രോബ്ലംസുകൾ വരാം, പല ചാലഞ്ചസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയൊക്കെ ശരിയായ രീതിയിൽ എന്താണ് പ്രവർത്തിക്കേണ്ടതും തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കുണ്ട്. ഓക്കെ, ഇത് നോക്കി, അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള് അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്തതും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക്. ദേ എക്സിക്യൂട്ട് പ്രോട്ടോകോൾസ് ആൻഡ് പോളിസീസ് ടു മിനിമൈസ് ദ പൊട്ടൻഷ്യൽ റിസ്ക്. അങ്ങനെ വരുന്ന പല റിസ്കുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള റിസ്കുകൾ വരാം. പബ്ലിക്കിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത് തന്നെ പല ബുദ്ധിമുട്ടുകൾ വരാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള റിസ്കുകളെയൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് പ്രോട്ടോകോളുകള്, പോളിസികളൊക്കെ നടപ്പിലാക്കുക. പിന്നെന്താണ്, സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെയും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും സേഫ്റ്റി, സുരക്ഷിതത്വം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ആൻഡ് ഹാൻഡിൽ, ഉറപ്പുവരുത്താന്ന് വെച്ചാൽ അതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഇൻഷുറൻസ് മാറ്റേഴ്സുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. ആ ഒരു രീതിയിൽ റിസ്കുകളെല്ലാം മാനേജ് ചെയ്യാം കേട്ടോ. റിസ്ക് മാനേജ്മെന്റ് അതും അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തതാണ് 9ാമത്തെയാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ലെ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഏതാണ്, നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആണ് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. HIMS ഒക്കെ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതന്നെ HIMS അല്ലെങ്കിൽ HIS എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ നമുക്കറിയാലോ, ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ ഒക്കെ വളരെയധികം സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ സോഫ്റ്റ്വെയർ മൊഡ്യൂളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെയും ഉത്തരവാദിത്തം വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EHR. പഠിച്ചില്ലേ നിങ്ങൾ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അതൊക്കെ അതിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങള്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകള്, അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാലോ, ഇപ്പൊ പേപ്പർ മെഡിക്കൽ റെക്കോർഡിനേക്കാളും എത്രയോ ഈസിയാണ് അല്ലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലൂടെ. നമുക്ക് ഇഷ്ടം പോലെ വിവരങ്ങള് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോ നമുക്കറിയാം, നിങ്ങൾ അതിനകത്ത് പഠിച്ചതാണ്, നമ്മൾ അങ്ങനെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിലൊക്കെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ
കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം അല്ലെ. കാരണം ഇതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ സെക്യൂർ ചെയ്തിട്ടില്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കയറി പല വിവരങ്ങൾ ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ. അത് നിങ്ങൾ അതിനകത്ത് പഠിച്ച കാര്യമാണ്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെതായ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ദേ ഗ്യാരണ്ടി ദ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ ബൈ ഫെസിലിറ്റേറ്റിംഗ് എഫിഷ്യന്റ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. കാര്യം നമ്മളിങ്ങനെ HIS സംവിധാനങ്ങളിലൂടെ പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. ആ രീതിയിൽ ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് കേട്ടോ 10ാമത്തെ പോയിന്റ് ഇതാണ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് കേട്ടോ. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്, അതായത് കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കാം. അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതൊക്കെ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റോളുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലീഡർഷിപ്പ് റോളൊക്കെ ഉണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ്സ് വർക്ക് എന്താണ് ചെറിയ അത് തന്നെ ചേർന്ന് പ്രവർത്തിക്കുക, അതന്നെ എല്ലാവരുമായിട്ട് സഹകരിച്ച് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അതും ഒരു എന്താണ് എബിലിറ്റി ആണ് അല്ലെ. ഓക്കെ, ചിലവർ പോകുന്ന സ്ഥലത്ത് മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും, ആരുമായിട്ട് ഒത്തുപോകില്ല അല്ലെ. അങ്ങനെയൊന്നും ആവരുത്. നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആണ് എല്ലാം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണല്ലോ. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു എന്താ പറയാ എബിലിറ്റി ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ്സ് വർക്ക് കൊളാബറേറ്റീവ്ലി വിത്ത് ഫിസിഷ്യൻസ്, അത് തന്നെ ശ്രീലക്ഷ്മി കൂട്ടായ പ്രവർത്തനം. ഓക്കെ, കൊളാബറേറ്റീവ്ലി വിത്ത് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു എൻഷുർ എ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ അല്ലെ. വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നല്ലൊരു പരിചരണം ഉറപ്പുവരുത്താനായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറഞ്ഞ ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ ആയിട്ട് വളരെ കൂട്ടായി ചേർന്നവര് പ്രവർത്തിക്കണം അല്ലെ. ഓക്കെ, ദേ ഗീവ് ലീഡർഷിപ്പ്, അവരെന്ത് കൊടുക്കണം, ലീഡർഷിപ്പ് കൊടുക്കണം, നേതൃത്വം കൊടുക്കണം. സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്, അതുപോലെ സ്റ്റാഫ് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള പിന്തുണ, അവർക്ക് വേണ്ട ആ ഒരു ഗൈഡൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ, അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയാ വർക്ക് കൾച്ചർ അവിടെ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം അല്ലെ. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് ആയിരിക്കും, നല്ലൊരു കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ആരുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റർ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനിപ്പോ എല്ലാവരും ചിലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കുറെ ഉണ്ട്. 11ാമത്തെ പോയിന്റ് അല്ല കേട്ടോ, 11 നിങ്ങൾ വെട്ടിക്കോട്ടെ, അത് പോയിന്റ് ഒന്നുമല്ല, അത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. ദീസ് റെസ്പോൺസിബിലിറ്റീസ് മേ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിന്റെ സൈസിലും അതുപോലെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസിലൊക്കെ വ്യത്യാസം വരാമെന്ന് പറഞ്ഞു. But overall, hospital administrators play a vital role in managing and enhancing the healthcare facilities operation and service. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, സേവനങ്ങള് അതെല്ലാം തന്നെ മാനേജ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റർ. ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായോ? 10 പോയിന്റ് ക്ലിയർ ആയ നിങ്ങൾക്ക് പോയിന്റ് മാത്രം പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻ, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ലാസ്റ്റ് വൺ എന്താണ്? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണ്? ഓക്കെ, ഓക്കെ അല്ലേ?
അടുത്ത ആളുടെ നോക്കാം നമുക്ക്. അപ്പൊ ഒരു പ്രൊഫഷണലിന്റെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിഞ്ഞു. 5 പേരുണ്ട് പഠിക്കാനായിട്ട്, ഒരാളുടെ കഴിഞ്ഞു കേട്ടോ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ എടുക്കാം. അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. രണ്ടാമത്തെ ആളാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ആരുടെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെ നമുക്ക് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയാം കേട്ടോ. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയാം. അവരുടെ റോൾ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ആ പേരിൽ തന്നെ കിടക്കുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഇപ്പൊ ഒരു ക്ലിനിക് ആവാം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഗ്രൂപ്പ് ആവാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ക്രമീകരണത്തിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും മറ്റുള്ള ജീവനക്കാർക്കും വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു എന്താ പറയാ ഡ്യൂട്ടിയാണ് ആർക്ക് വരുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക്. ശരിക്കും പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ആരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ നോർമലി കംപ്രൈസസ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് എൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ആദ്യം പറയുമ്പോൾ ഹോസ്പിറ്റൽ അദ്ദേഹം മൊത്തത്തിൽ ഹോസ്പിറ്റലിന്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു പരിധിക്കുള്ളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും അതുപോലെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടികളൊക്കെ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഓക്കെ, സം ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ മേ കംപ്രൈസ് ഓഫ്. കേട്ടോ, എത്ര പോയിന്റ് ഉണ്ടെന്ന് അറിയോ? 7 പോയിന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഇതാണ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. നമുക്കറിയാം ധാരാളം ഔട്ട് പേഷ്യൻസ് വരും അല്ലെ ഹോസ്പിറ്റലിലൂടെ. അപ്പോ നമുക്കറിയാം അവരുടെ അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഷെഡ്യൂൾ ചെയ്യണം അല്ലെ. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണല്ലോ പേഷ്യൻസുകൾ ഔട്ട് പേഷ്യന്റിൽ വന്ന് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഡോക്ടേഴ്സിനെ കാണുന്നത്. അതുകൊണ്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കാം എൻ ഔട്ട് പേഷ്യന്റ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നത് എവിടെ വരുന്ന ആൾക്കാരാ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ആളുകളല്ലേ ഷെഡ്യൂൾ ചെയ്ത് കാണാൻ വരുന്നത്. അപ്പൊ ആ പോയിന്റ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടേതാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പൊ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. An outpatient secretary is accountable for scheduling appointments for patients and making sure that appointments are actually prioritized based on the patient's medical requirements. അതായത് നമ്മുടെ രോഗികൾക്ക് വേണ്ട അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഇനി അങ്ങനെ തോന്നിയ രീതിയിലല്ല അവർ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അവിടെ എന്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്ത് ഉറപ്പ് വരുത്തണം? that the appointments are actually prioritized based on the patient's medical requirement. അവിടെ വരുന്ന പേഷ്യന്റിന്റെ അവരുടെ മെഡിക്കൽ സ്റ്റാറ്റസ്, അവരുടെ മെഡിക്കൽ ആവശ്യകതകൾക്ക് അനുസരിച്ച് മുൻഗണന അനുസരിച്ച് പ്രയോറിറ്റൈസേഷൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനാണ്? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ. എന്ന് വെച്ചാൽ പല രോഗികളും പലതരത്തിൽ, ചിലർ സീരിയസ് ആയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവർക്ക് അവിടെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം അല്ലെ. നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ള ആളുകള് അല്ലെ, അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ. ആ ഒരു പ്രയോറിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ അതായത് രോഗികളുടെ പരിചരണം നല്ല രീതിയിൽ എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? The outpatient secretary works keenly with the other hospital staff to coordinate patient. നമ്മൾ പറഞ്ഞു അല്ലെ, പേഷ്യന്റിന്റെ പരിചരണങ്ങൾ, പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാ കോർഡിനേറ്റ് ചെയ്യണേ? ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അദ്ദേഹം എന്ത് ചെയ്യും? മറ്റുള്ള ഈ രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് അവർ ആ ഒരു പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരും? കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്? which includes the arranging for diagnostic test and procedure. അതിന് അതായത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, പ്രൊസീജിയറുകളൊക്കെ അറേഞ്ച് ചെയ്യാം.
ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ്, അതുപോലെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യാം. ആൻഡ് എൻഷുറിംഗ് ദ പേഷ്യൻസ് റിസീവ് ആക്റ്റീവ് ഫോളോ അപ്പ് കെയർ. അത് മാത്രമല്ല രോഗിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കെയർ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അതായത് ആ ഒരു ഹോസ്പിറ്റല്, അതിൽ മാത്രമല്ല ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷം ആയിക്കഴിഞ്ഞാൽ രോഗികൾക്ക് ഒരു നല്ലൊരു ഫോളോ അപ്പ് കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ആ ഒരു രീതിയിൽ പേഷ്യന്റിന്റെ കെയർ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. അപ്പൊ പോയിന്റ് എന്താണ്? കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. മൂന്നാമത്തെ എന്താണ്? ആൻസറിങ് ഫോൺ കോൾസ്. ഫോൺ കോളുകൾ വരുമ്പോൾ അതിനെ ആൻസർ ചെയ്യുക അല്ലെ. മിക്കവാറും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ധാരാളം കോളുകളും മറ്റുമൊക്കെ വരും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട് കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് accountable for answering phone calls and directing patients to the concerned department or a staff member. അതായത് അവർക്ക് ഫോൺ കോൾസുകൾ ആൻസർ ചെയ്യാം, അതുപോലെ പേഷ്യൻസിന് കൃത്യമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൂടെ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക അല്ലെ. ഇപ്പൊ പേഷ്യന്റ് ഇപ്പൊ വരുമ്പോൾ അവർക്ക് പോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് അവിടേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക. അതിനുള്ളൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. നമ്മളായാലും എന്തെങ്കിലും എൻക്വയറിക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലോട്ടൊക്കെ വിളിക്കുമ്പോൾ അല്ലെ, ഫോൺ എടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിമാരാണ്. അവരാണ് നമ്മളോട് റെസ്പോണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന ഡോക്ടർ ഉണ്ടാവോ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, ഏത് ദിവസം ഡോക്ടർ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് കണക്ട് ചെയ്തത്. ചിലപ്പോൾ അവര് നമ്മളോട് പറഞ്ഞുതരും, അവരെന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് അവർ നമ്മളെ കണക്ട് ചെയ്ത് വിടും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അവരെക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ ആൻസറിങ് ഫോൺ കോൾസ്. ഓക്കെ, അടുത്തത് നാലാമത്തത് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതോടൊപ്പം എന്താണ്? പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ. മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റെയിൻസ് എക്സാക്ട് ആൻഡ് അപ് ടു ഡേറ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻ ദ ഹോസ്പിറ്റൽസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം, EHR അഥവാ EMR എന്ന് പറയാം. അപ്പോ നമ്മുടെ പേഷ്യന്റിന്റെ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡിനകത്ത് അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യണം അല്ലെ. ഓരോ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ആ ഒരു റെക്കോർഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്തം പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. എന്തൊക്കെയാണ് ഉണ്ടാവുക? നമ്മള് അപ് ടു ഡേറ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? വിച്ച് ഇൻക്ലൂഡ്സ് ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ. ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അത് ആ രോഗിയെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ പഠിച്ചില്ലേ? അവരുടെ പേര്, വയസ്സ്, അവരുടെ അഡ്രസ്, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ബേസിക് ആയിട്ടുള്ള എല്ലാം അല്ലെ. ഈ അവരുടെ എന്താ പറയുക കമ്മ്യൂണിറ്റി സ്റ്റാറ്റസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ജെൻഡർ സ്റ്റാറ്റസും ഒക്കെ ഉൾപ്പെടെ ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻ. ഇപ്പൊ രോഗി വലിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചു? മെഡിക്കൽ റെക്കോർഡിനകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ? അതാണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അടുത്തത് എന്താണ്? പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുന്ന കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രോസസ് റിക്വസ്റ്റ് ഫോർ മെഡിക്കൽ റെക്കോർഡ്സ്, makes sure that patient confidentiality is kept and releases medical records to the authorized individuals. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ വരുന്ന സമയത്ത്, അതുപോലെ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് അല്ലെ. അതുപോലെ അതിന്റെ റിലീസസ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽ. ഓക്കെ, വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മെഡിക്കൽ റെക്കോർഡിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മെഡിക്കൽ റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യേണ്ടതും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കൈകാര്യം ചെയ്യാം കേട്ടോ. Outpatient secretary is accountable for handling a variety of administrative tasks like ordering office supplies, filing paperwork, and managing correspondence. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് അല്ലെ. ഓഫീസ് സപ്ലൈകൾ ഓർഡർ കൊടുക്കുക. അതായത് ഒരു ഓഫീസ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. പ്രിന്ററും പേനും പേപ്പറും കാര്യങ്ങളും ഫയലുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുക. ഫയലിംഗ് പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ഫയൽ, ഇൻഷുറൻസ് സംബന്ധമൊക്കെ ആയിട്ട്
പേഷ്യൻസിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും അല്ലെ, അപ്പൊ അതിന്റെയൊക്കെ പേപ്പർ വർക്കുകൾ ഫയൽ ചെയ്യുക. ആൻഡ് മാനേജിങ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ ഇടപാടുകളാണ്, കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നേരിട്ടുണ്ട്, അല്ലാതെ ഇമെയിൽ വഴിയുണ്ട്, ഫാക്സ് വഴിയുണ്ട്, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് കേട്ടോ, അതൊക്കെ കൈകാര്യം ചെയ്യുക. ഏഴാമത്തെ പോയിന്റ്, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആവാം, അവിടെ വരുന്ന വിസിറ്റേഴ്സ്, ആര് വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ അവർക്ക് വേണ്ട കസ്റ്റമർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്താണ് പറയുന്നത്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് ഓഫൺ ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യൻസ്. സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ് കേട്ടോ. അപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെയാണ് നമ്മുടെ പേഷ്യന്റ് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന ഒരു വ്യക്തിയാണ് ആര്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. കാരണം പേഷ്യൻസ് ആദ്യം വരുന്നത് OPD ഡിപ്പാർട്ട്മെന്റിലോട്ടാണല്ലോ. അപ്പൊ അവിടെ വരുമ്പോൾ ആദ്യം ഒരു കോണ്ടാക്ട് വരുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിട്ടാണ്. സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ്. ഏറ്റവും നല്ല എക്സലന്റ് എന്താ പറയുക സേവനം, ഈ പറയുന്ന കസ്റ്റമേഴ്സിന് നല്ല സേവനങ്ങൾ കൊടുക്കേണ്ടതും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ്. ഇനി എന്താണ് ഓവറോൾ, an outpatient secretary plays a key role in making sure that the outpatient department runs smoothly and efficiently and that the patients obtain high quality care. ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്നാണല്ലോ. അപ്പൊ ഔട്ട് പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ സ്മൂത്ത് ആയിട്ട് എന്താണ് റൺ ചെയ്യുന്നത് ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ. അതും ഇതിന്റെ പേഷ്യൻസിന് ഏറ്റവും ഹൈ ക്വാളിറ്റി കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ. ഇനി സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ. ഈ ഒരു റോള് കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് എന്തൊക്കെ കഴിവുണ്ടായിരിക്കണം, നല്ല ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം, സംഘാടന കഴിവുണ്ടായിരിക്കണം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണം, ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു റോളിന് വേണ്ട സ്കില്ലുകൾ കേട്ടോ, എബിലിറ്റികൾ. ഓക്കെ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞതില് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെ മെഡിക്കൽ സെക്രട്ടറി എന്നും പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, തെറ്റാണ് കേട്ടോ. തെറ്റാണ്. അത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ, മെഡിക്കൽ സെക്രട്ടറി വേറെ. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ കൂടുതൽ ഔട്ട് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. മെഡിക്കൽ സെക്രട്ടറി അതല്ല കേട്ടോ. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കില്ലേ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പോഴേ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ പോർഷൻസ് ഒക്കെ ഇനിയിപ്പോ അധികം വൈകാതെ തീരും കേട്ടോ. എനിക്കിപ്പോ ഈ ഒരു ചാപ്റ്ററും കൂടി എടുക്കാനുള്ളൂ. അപ്പോ പിന്നെ മിസ്സിനെയും തീരുന്നാണ് തോന്നുന്നത്. അപ്പൊ പിന്നെ അതേ മിസ്സിലാണ് തോന്നുന്നത് 2-3 ചാപ്റ്റർ തോന്നുന്നത്, ചെറിയ ചാപ്റ്ററുകളാണ് കേട്ടോ. മിസ്സും അത് പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കും.
അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാൽ അധികം വൈകാതെ മൊഡ്യൂൾ എക്സാം വരും. ചിലപ്പോൾ ഇപ്പൊ മോഡൽ ഒന്നും ഉണ്ടാവോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. അതിന്റെ നമ്മുടെ ഓഫീസിൽ അവിടെ നിന്ന് ഇൻഫോർമേഷൻ വരും നിങ്ങൾക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ മെയിൻ എക്സാം ആണ് കേട്ടോ. അപ്പോ ഇപ്പോഴേ തന്നെ കിട്ടുന്ന സമയമൊക്കെ പഠിക്കാൻ നോക്കും. ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനല്ല, നിങ്ങൾക്ക് അതിനെ പറ്റില്ല എന്നറിയാം. എങ്കിലും സമയത്ത് കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് കുഴപ്പമില്ലാതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് സമയം കുറവായിരിക്കും എല്ലാത്തിനും. അതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ. അതൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്ലൈ ചെയ്യാട്ടോ. അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതിലൂടെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. എന്താണ് നസീഹ, കുറെ ക്ലാസ് മിസ്സായത്? കുഴപ്പമില്ല. ലൈവിൽ കയറുന്നവർ കുറച്ചല്ലേ ഉള്ളൂ. കാരണം എനിക്കൊന്ന് ലൈവ് ക്ലാസ്സിൽ വളരെ കുറച്ച് പേര് കയറാറുള്ളൂ. കൂടുതലും എക്സാം വരുമ്പോഴാണ് ഇത്രയും കുട്ടികൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകപ്പെടുന്നത്. ലൈവിൽ കയറുന്നവർ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒട്ടുമിക്കവരും റെക്കോർഡഡ് ക്ലാസ് അതൊക്കെ ആയിരിക്കുമല്ലോ കാണുന്നുണ്ടാവും. അത് കുഴപ്പമില്ല. അത് എന്താ പറയാ, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടല്ലോ നസീഹ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പഠിക്കുന്ന സമയത്ത് അത് വെച്ച് റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കേട്ട് പോവാട്ടോ. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. മൺഡേ ആണ് എൻഗേജ്മെന്റ്. എന്താണ് നസീഹയുടെ എൻഗേജ്മെന്റ് ആണോ? ആണോ? അതാണ് ഉദ്ദേശിച്ചത്? ആണോ? നസീഹയുടെ എൻഗേജ്മെന്റ് ആണോ? പിന്നെ എന്തിന്റെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞത്? ഗൈഡ് എന്താണ്? അതെ അതെ, ഗൈഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗൈഡ് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ. ലാസ്റ്റ് മൺഡേ ആയിരുന്നത്. ഓക്കെ. അതിൽ നിന്ന് കൂടുതൽ വന്ന് അതിൽ നിന്നൊക്കെ വരും കേട്ടോ. ഗൈഡിൽ നിന്നൊക്കെ വരും. ഗൈഡ് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറെ ക്ലാസ് മിസ്സായി. കുഴപ്പമില്ല കുഴപ്പമില്ല. സാരില്ല നസീഹ, ഏതായാലും മിസ്സായ ക്ലാസ് നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഗൈഡ് നല്ലതാണ് കേട്ടോ. ഗൈഡിൽ ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. അപ്പൊ ഗൈഡ് വാങ്ങുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ. എക്സാം എപ്പോഴാണെന്ന്? എക്സാം നമ്മളിപ്പോ പോർഷൻസ് കവർ ചെയ്യുമല്ലോ. പോർഷൻസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു 2-3 ദിവസത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ എക്സാം വരും. ഈ തേർഡിന്റെയും ഫോർത്തിന്റെയും മൊഡ്യൂള് ഉണ്ടല്ലോ, അത് വരും. ഓക്കെ. തേർഡും ഫോർത്തും മൊഡ്യൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാം വരും കേട്ടോ. ഓക്കെ. ഇനിയിപ്പോ 14th ബാച്ചിൽ എനിക്ക് തോന്നുന്നു മെയിൻ എക്സാം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അറിയില്ല. ബിഫോർ ഓണത്തിന് മുമ്പ് ഉണ്ടാവില്ല കേട്ടോ. ഓണത്തിന് മുമ്പ് എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ. നമ്മളിപ്പോ ഈ ഓണം ഒരു സമയത്തൊക്കെ കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോഴേക്കും നമ്മുടെ പോർഷൻസ് ഒക്കെ തീരും. ഓക്കെ. മാക്സിമം നമ്മൾ തീർക്കും കേട്ടോ. അതിനുള്ളിൽ തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് തീർന്നു കഴിഞ്ഞ് പിന്നെ ഓണമൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് അത് പഠിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എക്സാം കേട്ടോ. ഓണക്കാരൊക്കെ ഈ അടുത്ത് തന്നെ വരുമല്ലോ. അതൊക്കെ അധിക ദിവസം ഇല്ലല്ലോ ഓണത്തിന്. അതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കുഴപ്പമൊന്നും. അല്ല, അത് ചോദിക്കട്ടെ, ഓണമൊക്കെ എന്തായി? നിങ്ങളെല്ലാവരും ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തോ? ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തു. ഇനി എടുത്തിട്ടില്ല. എടുക്കണം. ഓക്കെ ഓക്കെ. ശരി, എടുത്തിട്ടില്ല. ഓക്കെ, എടുക്കണം. ഓക്കെ. എത്രയും പെട്ടെന്ന് എടുക്കുന്ന, അധികം വൈകണ്ട. ഇനിയിപ്പോ കടയിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു അവസാന നിമിഷത്തിൽ എടുക്കുള്ളൂ. പിന്നെ എങ്ങനെയെന്ന് പറയുമ്പോ ഓണത്തിന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കണം. അതിപ്പോ ഓണത്തിന് ആയിക്കോട്ടെ വെച്ചെടുക്കില്ലേ, എടുക്കൂല. ഭയങ്കര തിരക്കാണ് ഷോപ്പില്. ശരിയാണ്.
പിന്നെ എന്ന് പറയുമ്പോ അങ്ങനെ എന്താണ് വർക്ക് ഓണം പോലെ അറിയില്ല. ഓക്കെ വായിച്ചു. അത് ശരി. കുവൈറ്റിലല്ലേ? ഓണം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ആഘോഷമാണല്ലോ എപ്പോഴും. ഡ്രസ്സ് ഞാൻ അങ്ങനെ അധികം ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഡ്രസ്സൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ അധികം ഡ്രസ്സൊന്നും എടുക്കാറില്ല. അത്യാവശ്യമൊക്കെ ഉണ്ട്, അത് മാത്രം. പിന്നെ നമ്മള് വല്ല കല്യാണോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ മാത്രം എടുക്കും. ഇപ്പൊ പിന്നെ ഓണായതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും എടുക്കണല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പ്രയോറിറ്റി ഒന്നുമില്ല. എന്റെ മക്കൾക്ക് എടുത്ത് കൊടുത്തിട്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്നാലും. ഓക്കെ. അവർക്കുണ്ടല്ലോ കുറെ, എന്താ പറയാ, ഇപ്പൊ പുതിയ ട്രെൻഡൊക്കെ അനുസരിച്ച് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മള് വിചാരിക്കണ പോലെ നല്ല തരിയിരിക്കും. അപ്പൊ ഇതിന്റെ അതൊക്കെ കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കയ്യിൽ വലിയ പൈസയും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതിന് ചിലപ്പോ പിള്ളേർക്ക് അത് എടുത്തു കൊടുക്കണം. എല്ലാവരും അങ്ങനെ പിള്ളേർക്ക് എടുത്താവുന്നെങ്കിൽ. അതെ അതെ അതെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്ന് പറയുമ്പേ എന്താണ് ഹീന ഇതിന് വരുന്നത് വിചാരിക്കുന്നു. ഓണം വിഷു. ഓക്കെ ഓക്കെ. കുട്ടികളുടെ ഡ്രസ്സിനാണ് പൈസ കൊടുത്തത്. അതെ, കുട്ടികളുടെ ഡ്രസ്സിനാണ് പൈസയും കാര്യങ്ങളും കൊടുത്തത്. പിന്നെ എന്ന് പറയുമ്പോ നമ്മൾ ഓണം എന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ, എന്റെ വീട്ടില് ഹസ്ബൻഡ്, എന്റെ മക്കള്, അമ്മ, അങ്ങനെ അത്രയും പേരുള്ളൂ. അപ്പൊ പണ്ട് എന്നൊക്കെ പറയുമ്പോ ഓണം വരുമ്പോ നമ്മള് എന്താ പറയാ, എന്റെയൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെയുള്ള ഓണം എന്ന് പറയുമ്പോ തറവാട്ടിലായിരുന്നു, അച്ഛന്റെ വീട്ടിലായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് മൊത്തം പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ട് ഓണമൊക്കെ മിസ്സാകുന്നു. ഓക്കെ ഓക്കെ. ശരിയാ, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യും. അവർക്ക് ഇത് മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓണത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെയൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ തറവാട്ടിലാണ്. അപ്പൊ അച്ഛൻ ഒരുപാട് ചേട്ടനിയന്മാര് മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ആ തറവാട്ടിലായിരിക്കും ഓണം. അപ്പൊ നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ. അപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്റെ അച്ഛൻ മരിച്ച്, പിന്നെ അച്ഛന്റെ താഴെയുള്ള അനിയനൊക്കെ മരിച്ച്, അപ്പൊ അംഗസംഖ്യയൊക്കെ കുറഞ്ഞു. പിന്നെ നമ്മുടെ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോ കുറച്ചൊരു ഒതുങ്ങിയ ലൈഫാണല്ലോ. അതെ അതെ അതെ. ചെറിയ ഒരുമിച്ച് വിടുന്ന രസമാണ്. ഇങ്ങനെയുള്ള ഒക്കേഷൻ ഒക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയും നമ്മൾ കാണുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓണാഘോഷം ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ഓണാഘോഷം. നല്ല രസമായിരിക്കും. ഇവിടുത്തെ ഓണാഘോഷമൊക്കെ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോ എനിക്ക് വേറെ സഹോദരങ്ങളൊന്നുമില്ല. ഞാൻ വീട്ടിലൊരാളായിരുന്നു. അതായത് എന്റെ അച്ഛനമ്മയ്ക്ക് ഞാനൊരു മകളേ ഉള്ളൂ. പിന്നെ വേറെ എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് പോവാനായിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്. അതിടയ്ക്ക് വരും. ഒക്കെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അമ്മ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അമ്മേനെ ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ എല്ലാവരും ഉണ്ട് അടുത്തുള്ള. പിന്നെ തൃശ്ശൂരാണ് എന്റെ വീട്. പക്ഷെ വീട്ടിലോട്ട് അവിടെ വീട് അടക്കി കൊടുത്തേക്ക്, ആരും ഇല്ല അവിടെ. അപ്പൊ പിന്നെ നമുക്ക് എവിടെയും പോവാനും ഇല്ല. അങ്ങനെ. ഓക്കെ. ആദ്യമൊക്കെ സിംഗിൾ ചൈൽഡ്, ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം നമുക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒരാളെങ്കിലും കൂടെ ഉണ്ടാവണം, നല്ലതായിരുന്നു തോന്നി. ഒരു സഹോദരനോ സഹോദരിയൊക്കെ ഉണ്ടാവണം ശരിക്കും നല്ലതാ. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴേക്ക് ഷെയർ ചെയ്യാറ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്ന സമയം പോയി. കുഴപ്പമില്ല, ഈ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് എടുക്കാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്ലോയില് പോകുന്നത്. ഓടിപ്പോയി തീർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ സംസാരിച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എന്താണ് സെൻട്രിക് സർവീസ്. എവിടെയാണ് സെൻട്രിക് സർവീസ് കണ്ടത്? സെൻട്രിക് സർവീസിന് എവിടെയാ കണ്ടത്? അങ്ങനൊരു സർവീസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ. എവിടെയാ കണ്ടതെന്നൊന്ന് പറയൂ. സെൻട്രിക് സർവീസ്. എന്ത് സെൻട്രിക് സർവീസ് ഉദ്ദേശിക്കുന്നത്? പേഷ്യൻ സെൻട്രിക് സർവീസ് ആണോ ഉദ്ദേശിച്ചത്? പേഷ്യൻ സെൻട്രിക് സർവീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചുള്ള സേവനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോഴ്സ് എന്താണ്? കോഴ്സ് സർട്ടിഫിക്കറ്റ്.
അതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഓഫീസിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇതിനെ പറ്റിയാ പറയുന്നേ? ഓക്കെ ഓക്കെ, നേരത്തെ ഉള്ള ചാറ്റില്. ഓക്കെ, പക്ഷെ മെസ്സേജ് ഇപ്പോഴാണ് കയറി വരുന്നത് കേട്ടോ. മെസ്സേജ് ഇപ്പോഴാണ് കയറി വരുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ചത് ഇതിനെ പറ്റി പറയുന്നത് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഇപ്പൊ കയറി വരുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ മെസ്സേജസ് ആണ്. അപ്പോ ശരി, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് നമുക്ക് 3 പേരുടെ കൂടെ പഠിക്കാനുള്ളൂ കേട്ടോ. മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, ദെൻ പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. പിന്നെ അവർക്ക് വേണ്ട ബേസിക് സ്കിൽസ്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു റിവിഷൻ ഒക്കെ പോലെ നമുക്ക് നടത്താം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, കിട്ടുന്ന സമയത്ത് വായിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.